നാരായണ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ. ശ്രുതയ ഊജു ശ്രുതിഗീത രണ്ടാമത്തെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ളൊരർത്ഥത്തെ പറയാൻ ശ്രമിക്കണം. ഞാൻ എഴുതിയത് അതും വായിക്കാം. അതേപോലെ ഓരോ ശ്ലോകത്തിൻ്റെയും ആ സാരത്തെ മാത്രം എഴുതിയത് പാരായണം ചെയ്യാം. അങ്ങനെയാണ്. ഓം ജന്മമോ കർമ്മമോ ഇല്ലാത്ത ഈശ്വര മായാധിനാഥ ജയിക്കേണമേ ഹരേ. ദോഷങ്ങളായി ഭവിക്കും ഗുണങ്ങളെ മോചിപ്പിച്ചങ്ങു പ്രകൃതിയിൽ ചേർക്കണേ. ഇങ്ങനെ എഴുതുമ്പോൾ ഈ ദോഷങ്ങളൊക്കെ പ്രകൃതിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ വേദങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുമോ? ഈശ്വരഭാവത്തിലാണല്ലോ, ജന്മമില്ല കർമ്മമില്ല, എല്ലാം നിയന്ത്രിക്കുകയാണ്, സൃഷ്ടിയാദികൾ ചെയ്യുകയാണ്. അങ്ങ് ജയിക്കണേന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുകയാണ് പ്രകൃതിയിലേക്ക് അങ്ങ് ഈ ത്രിഗുണത്തെ ചേർക്കണേ. അതാണ് ദോഷങ്ങൾ. ദോഷങ്ങൾ വെച്ചാൽ നാനാത്വം ചേർത്താലാണ് ഇത് കിട്ടുള്ളൂ, ഫലം കിട്ടുള്ളൂ. അതാണ് പ്രകൃതിയിലേക്ക് ഈ നാനാത്വം കിട്ടാൻ വേണ്ടിയിട്ട് ത്രിഗുണങ്ങളെ ചേർക്കണേ. ത്രിഗുണങ്ങളെ മാത്രമല്ല, തന്മാത്രകളെ കൂടി ചേർക്കണേ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ 5 എണ്ണം. അപ്പോൾ 5 3 8 എണ്ണം ചേർത്താലാണ് ഈ നാനാത്വം കിട്ടുള്ളൂ. ത്രിഗുണം ചേർത്താൽ നാനാത്വം കിട്ടും. പക്ഷെ അതിൻ്റെ ഫലത്തെ മുഴുവൻ പ്രകടമാകണമെങ്കിൽ, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രകർഷേന കൃതം ആയത്, അപ്പോൾ പ്രകടം ആവും. അപ്പോഴേ പ്രകടമാവുള്ളൂ. അപ്പോൾ ആ പ്രകടം ആവണമെങ്കിൽ ഇത് ചേർക്കണം, ഈ 8 എണ്ണം ചേർക്കണം. അപ്പോൾ അത് ദോഷം തന്നെയാണ്. അത് ആരെ ദോഷമായിട്ട് ബാധിക്കും? ഈ ജീവനെ വിശേഷബുദ്ധി ഉണ്ടായിട്ടും വേണ്ടത് വേണ്ട പോലെ സ്വീകരിക്കാത്തതായിട്ടുള്ള ജീവനെ അത് ദോഷമായിട്ട് ഭവിക്കും. അതൊട്ട് മനസ്സിലാവൂല. ഇത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവാതിരിക്കാൻ തൊക്കൊണ്ടുള്ള മായ ഭഗവാൻ കാണിക്കുന്നുണ്ട്. ആ മായാധിനാഥനെ വിളിച്ചിട്ടാണ് പറയണത് അത് പ്രകൃതിയിൽ ഇത് ചേർക്കണേ. ഇല്ലെങ്കിൽ സൃഷ്ടി എത്ര കാലം വേണോ അത്ര കാലം നിലനിൽക്കില്ല. അതാണ്, അത് ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. അങ്ങനെ ആയാൽ എന്നാൽ എന്താ മുഴുവനെ ഈ സത്ത് ആക്കിക്കൂടെ? വേണമെങ്കിൽ ഭഗവാനെ സാധിക്കില്ലേ? മുഴുവൻ സത്തായ പ്രശ്നമാണ്. മുഴുവൻ സ്വർണ്ണമായി ഞാൻ എൻ്റെ കൈ കൊണ്ട് തുറന്നതൊക്കെ സ്വർണ്ണമാവട്ടെ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ആഹാരം വേണ്ടേ? ഒക്കെ പ്രശ്നമാണ്. അപ്പം അങ്ങനെയല്ല, അതിൻ്റെ ഈ നാനാത്വം വേണം, അപ്പോഴേ അത് ശരിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ത്രിഗുണങ്ങളെ ചേർത്തത്. ഇനി ഈ 5 എണ്ണത്തിൻ്റെ പ്രാധാന്യം. തന്മാത്രകൾ മണ്ണും വെള്ളവും തീയും ചേർന്നിട്ടില്ലെങ്കിൽ, മണ്ണ് വെള്ളം തീയ് ഇത് ചേർന്നിട്ടില്ലെങ്കിൽ വസ്തുവിന് രൂപമോ ഇതൊന്നും ഉണ്ടാവില്ല, നിലനിൽപ്പോ ജീവനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ പുഷ്ടിപ്പെടുത്താനായിട്ട് വായുവും ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആകാശവും, ഇങ്ങനെ ലളിതമായിട്ട് പറയാം. ഇതിൻ്റെ ആന്തരികാർത്ഥം മറ്റ് കാര്യങ്ങളൊക്കെ ലേശമണി കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പോൾ രൂപം ഉണ്ടാവണമെങ്കിൽ ഈ 5ഉം അതിൽ ചേർക്കണം. അതുകൊണ്ടാണ് ഭൂമിയിൽ 5 ഉണ്ട്, ജലത്തിൽ 4 ഉള്ളൂ, ഗന്ധമില്ല. അഗ്നിയിൽ 3 ഉള്ളൂ, രസമില്ല, ഗന്ധമില്ല. വായുവിൽ 2 ഉള്ളൂ, രൂപം കൂടി വായുവിനില്ല. ആകാശത്തിൽ 1 ഉള്ളൂ, ശബ്ദം മാത്രം. അപ്പം ഈ 5 എണ്ണം അതിൽ ചേർക്കണം. അപ്പോഴേ എന്ത് വരുള്ളൂ? ദേഹം. അങ്ങനെ ഒരു രൂപത്തെ കിട്ടണ്ടേ? ആ രൂപത്തെ കിട്ടാണ്ട് പറ്റില്ല. അപ്പം ആ രൂപം ദേഹം പ്രപഞ്ചത്തിൽ വ്യഷ്ടി സമഷ്ടിയിൽ ചേർക്കണമേ. ശക്തി തേജസ്സും വീര്യവും അങ്ങിൽ ലയിച്ചുള്ള ഐശ്വര്യം വേണ്ട പോൽ സൃഷ്ടിച്ച് അതിലൊക്കെ കൃത്യമായി ചേർക്കണേ. വ്യഷ്ടിയായിട്ടും സമഷ്ടിയായിട്ടും വേണം. വ്യക്തി വേണം, എന്നാൽ
പ്രപഞ്ചമായിട്ടും വേണം. ഓരോ ദേഹം, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതേപോലെ തന്നെയാണ് ഒരു മരം, പ്ലാവ്, മാവ് ഏകദേശം മരങ്ങളുടെ തുല്യമാണ്. ഫലത്തിന് വളരെ വ്യത്യാസവും. ഫലത്തിൻ്റെ ഘടനയ്ക്ക് ഒരു വിത്ത് മാത്രമേ ഉള്ളൂ മാങ്ങയിൽ. ചക്കയിൽ അങ്ങനെയല്ല, എത്രയോ വിത്തുകളാണ്. മറ്റൊരു രൂപമാണ് തെങ്ങ്. ആകൃതിക്കും പ്രകൃതിക്കും ഒക്കെ വ്യത്യാസമാണ്. വേറൊരു വിഭാഗമാണ് പുല്ല്. എത്ര വ്യത്യാസം വന്നു. ധാന്യങ്ങളായാലും പുല്ലുവർഗ്ഗമായാലും വളരെയധികം വ്യത്യാസം വന്നു. ഇനി വേറൊരു വർഗ്ഗമാണ് പൂളക്കിഴങ്ങ് പോലത്തെ. എത്ര വ്യത്യാസം വന്നു. ഇനി തിര്യക് ജാതിയിൽ ജലത്തിൽ വസിക്കുന്നതായിട്ടുള്ള ജീവികൾ, അതേപോലെ ആകാശത്ത് പക്ഷികളെ പോലെ, പിന്നെ പശു, ആന തൊട്ടുള്ളത്, അതേപോലെ സൂക്ഷ്മജീവികൾ. സൂക്ഷ്മജീവികൾ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും. ഈച്ച, മറ്റേ കൊതു എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടിച്ച് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചില പൃക്ക എന്നൊക്കെ പറയാവുന്ന വന്ന് കടിക്കുകയും ചെയ്യും, ഇട്ട് കാണൂല. അങ്ങനെ നന്ന ചെറുതായിട്ട് ചിലതുണ്ട്. ഇനി അതിൻ്റെ താഴെയാണ് മറ്റേ അമീബയോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ വലുതാതറേ. അതിനേക്കാളൊക്കെ സൂക്ഷ്മജീവികളുണ്ട്. ലെൻസ് കൊണ്ട് മാത്രം, അത് കേമായിട്ടുള്ള ലെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ. അങ്ങനെയൊക്കെ ഇതൊക്കെ ഭഗവാൻ ചേർക്കണം. എന്നിട്ടൊക്കെ വേണ്ട പോലെ ആക്കണം. ഭഗവാന്റെ ചൈതന്യം കൂടി ചേർത്താലാണ് ഈ ഓരോ വ്യക്തിയും. ഇപ്പോൾ വ്യക്തിത്വം എത്ര വ്യത്യാസം വന്നു. പിന്നെ നമ്മളറിയാത്ത ദേവത്വം വേറെയുണ്ട്. 8 തരത്തിൽപ്പെട്ട ദേവന്മാരിൽ യക്ഷന്മാരും രാക്ഷസന്മാരും പ്രേതഭൂത പിശാചുക്കളൊക്കെ വരും, അശ്വദേവകളൊക്കെ വരും. അപ്പോൾ വളരെ പ്രധാനമാണ് ഈ വ്യക്തിയിൽ ഭഗവാൻ ചൈതന്യത്തോട് കൂടിയിട്ട് ഈ 8 എണ്ണത്തിനെ ചേർക്കണേ. ഇല്ലെങ്കിൽ പ്രകൃതി നിലനിൽക്കില്ല. അതാണ്. ഈ വ്യക്തികൾക്കൊക്കെ എന്ത് വേണം? ജനന മരണങ്ങളാകുന്ന അതും വേണം. അവർ ജനിക്കുകയും വേണം, മരിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ കാലദൈർഘ്യത്തിന് വളരെയധികം വ്യത്യാസം. ആല പോലത്തെ മരങ്ങൾ അനവധി കാലം നിലനിൽക്കും. പുല്ല് പോലത്തെ ഒക്കെ വളരെ കുറച്ച് കാലം നിലനിൽക്കും. അപ്പോൾ ആയുസിൻ്റെ വ്യത്യാസം അതേപോലെ തന്നെയാണ്. തിര്യക് ജാതിയിലായാലും ഈ പശു, ആന തുടങ്ങിയിലായാലും അതേപോലെ മർത്യനായാലും ആയുസിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതേപോലെ ഭഗവാനിൽ നിന്നും ഈ ചരങ്ങളും അചരങ്ങളും ഓരോ ജീവജാലങ്ങളും ഇങ്ങനെ വേണം എന്ന് ഭഗവാനാ നിശ്ചയിച്ചത് കൊണ്ട് നടക്കുന്നതായാലും നിൽക്കുന്നതായാലും, എന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യക്തി നിൽക്കുക എന്നുള്ളതല്ല, മരത്തിന് നടക്കാൻ പറ്റില്ല. മനുഷ്യർക്കായാലും തിര്യക് ജാതിയായാലൊക്കെ നടക്കും. അപ്പോൾ ചലിക്കുന്നതായാലും ചലിക്കാത്തതായാലും, ചലം അചലം. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് ജീവനുള്ളത്, ജീവനില്ലാത്തത്. സ്വതവേ നമ്മൾ കണ്ടാൽ ഇപ്പോൾ വെള്ളം, നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അതിന് ചലനം ഉണ്ട്. ഇനിയും എന്നാൽ ചലനമായിട്ട് അറിയില്ല. ശാന്തമായിട്ട് ഒഴുകുന്ന ചില നദികളുണ്ട്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചലനം ഉണ്ടെന്ന് മനസ്സിലാവില്ല. കുത്തൊഴുക്കുള്ള, അതായത് ചെരിഞ്ഞ പ്രതലാണെങ്കിൽ അവിടെ ഒഴുക്ക് നല്ലോണം മനസ്സിലാവും. തടസ്സങ്ങളുണ്ട് വെച്ചാൽ അതിന് നല്ലോണം മനസ്സിലാവും. കാരണം സിക്സാഗ് എഫക്റ്റ് വരും, തിരമാലയോ പലതും വരും. ചെറിയ തോട്ടിൽ പോലും ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് അത് നിരന്ന പ്രതലാണെങ്കിൽ അപ്പോൾ ഈ ഒഴുക്ക് പോലും മനസ്സിലാവില്ല, വെള്ളം ഒഴുകണുണ്ടാവും. ടൈലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചാല്, അത് സ്ലോപ്പ് ഒട്ടും ഇല്ലാതെ ഉണ്ട് കൃത്യം ആണെങ്കിൽ ആ വെള്ളം ഒഴുകുന്നത്, ആ വെള്ളത്തിൽ ഒരു മലിനോ ഇല്ലെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടാവും. വെള്ളം ഒഴുകണത് കാണില്ല, വെള്ളം ഒഴുകുകയും ചെയ്യും. അതിന് കുറച്ചുകൂടി സൂത്രത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ, ഒരു പാത്രം പോലെ ഈ ടാങ്ക് ഉണ്ടാക്കുക. ആ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അടിയിൽ കൂടെ വെള്ളം വിടുക, അതും സ്ലോവിൽ. മറ്റൊരു പൈപ്പ് കൂടെ അടിയിൽ കൂടെ തന്നെ അത്
പുറമേക്ക് കളയും ചെയ്യാം. വെള്ളം ചലിക്കും ചെയ്യും, വെള്ളം ഇളകൂല. ഇതൊക്കെ ഭഗവാന്റേതായിട്ടുള്ള, നമ്മൾ കൃത്രിമ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്വഭാവം അത് ഭഗവാനാൽ ചേർക്കപ്പെട്ടതാ. അങ്ങനെ ചേർക്കണേ എന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ കണ്ണും ചെവിയും തുറന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതും കിട്ടും. അപ്പോൾ അതിൻ്റെ ഉറവിടം എവിടെ? എല്ലാവരും അന്വേഷിക്കുക. അതാണ് അതിൻ്റെ ബേസ് എന്താണ്, ഇത് അന്വേഷിക്കണം. ഇതിപ്പോൾ ഏറ്റവും ലളിതമാണ്. അത് ശാസ്ത്രജ്ഞന്മാരാകുമ്പോൾ അതിൻ്റെ മാക്സിമത്തിലെടുക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് കാണാൻ പറ്റാത്ത അത് ആ ശക്തി എവിടുന്ന് വന്നു, അങ്ങനെയാണ് ഓരോന്നിലും ഊർജ്ജങ്ങളെ മാറ്റങ്ങളെയൊക്കെ. ഫാനായാലും ശരി, ലൈറ്റായാലും ശരി, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിട്ടുള്ള പലതും ശാസ്ത്രലോകം കണ്ടുപിടിച്ചു, ഇനിയും കണ്ടുപിടിക്കും. അപ്പോൾ ഇതെല്ലാം ഭഗവാനാൽ കൊടുക്കപ്പെടുന്നതാണ്. ഈ പ്രകൃതി ശക്തികളോടുള്ള ചേർച്ച ഭഗവാന്റെ സൃഷ്ടിയാണ് എന്നാദ്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വേദം. അത് ജീവാത്മാക്കളെ ഇതേപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള ദേഹങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച് അതിൽ നിന്നും അവരെ മോചനം കൊടുക്കുക. അപ്പോൾ ജനിക്കുക മരിക്കുക എന്ന ഒരു അവസ്ഥ വരും. ബ്രഹ്മമാമങ്ങുടൻ ബ്രഹ്മാംശം ജീവനെ ദേഹത്തെ ഏകി പ്രകൃതിയിൽ വാഴുവാൻ ബ്രഹ്മം പ്രകൃതിയെ സൃഷ്ടിച്ച് അതിൽ വാണ് വേദം പറയും വിരാട്ടായി വിളങ്ങണേ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് എന്ന രീതിയിൽ കാണണേ. അങ്ങ് ആ ഒരു രൂപത്തിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ. ഇപ്പം നമ്മുടെ ആണെച്ചാൽ കണ്ണ് വേറെയാണ്, മൂക്ക് വേറെയാണ്, പല്ല് വേറെയാണ്, തൊലി വേറെയാണ്, കൈ വേറെയാണ്, കാല് വേറെയാണ്, ദേഹം വേറെയാണ്, തല വേറെയാണ്, രോമം വേറെയാണ്, എന്തെല്ലാം വേറെ വേറെ കാണുന്നു നമ്മൾ. ഇതെല്ലാം ഉണ്ടായാലല്ലേ ആ ഒന്നാവുള്ളൂ. മനുഷ്യരാശി ഇപ്പോൾ 700 കോടി ഉണ്ടെന്ന് കൂട്ടുക. ഈ 700 കോടിക്കും എല്ലാവർക്കും കണ്ണും മൂക്കും നാക്കും നിറവും ഇതൊക്കെ തന്നെ ഉണ്ടാവുക. പക്ഷേ എല്ലാം വ്യത്യസ്തമല്ലേ? ആകൃതി വ്യത്യാസം, രൂപത്തിൻ്റെ വ്യത്യാസം, മറ്റേ നിറത്തിൻ്റെ വ്യത്യാസം, വലിപ്പത്തിൻ്റെ വ്യത്യാസം, അളവുകളുടെ വ്യത്യാസം, എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ഇനി എന്തൊരു വ്യത്യാസം? ഇത് ഭഗവാൻ ഉണ്ടാക്കണതാ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കണക്കാക്കണം? ഇത് എല്ലാം കൂടിയാലാണ് ഒന്നാവുള്ളൂ. ആ ഒന്നാരാ? ഈ ഭഗവാനാണ്. ബ്രഹ്മാണ്ഡമായി അതിബൃഹത് കണ്ടിടും പഞ്ചഭൂതം മനം ഇന്ദ്രിയം തത്വമായി കാട്ടും വികൃതികൾ ദേഹം സകലനായി ചെയ്യും പ്രവൃത്തികൾ നിത്യം ഗുണികളായി. ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? സത്വരജസ്തമോ ഗുണങ്ങൾ ചേർത്തത് കൊണ്ടാണ് ഈ ഓരോന്നിലും ഈ വ്യത്യാസങ്ങൾ ഉണ്ടായത്. കണ്ണിൻ്റെ കാഴ്ച ഒരുപോലെയാണോ? മൂങ്ങ രാത്രി കാണുന്നു, നമുക്ക് കാണാൻ പറ്റുമോ രാത്രി? പൂച്ചയുടെ ആ കാഴ്ചശക്തി, നായയുടെ ആ ചെവിയും അതേപോലെ തന്നെ മണം അറിയാനുള്ള കഴിവ്, മൃഗങ്ങളുടെ ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി മരങ്ങളാണെച്ചാൽ തൊലിയിൽ തൊട്ട് അവർക്ക് അറിയില്ല. അകത്ത് അന്തസ്പർശം എന്നാണ് പറയുക. തൊലി കഴിഞ്ഞിട്ട് കാണ്ഡത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അവർക്ക് സ്പർശം അറിയണുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യാസങ്ങൾ. ഒക്കെ ഇന്ദ്രിയങ്ങളാണ്. ഇനി അവിടെ കണ്ണും മൂക്കൊന്നും കാണാനില്ല മരങ്ങളൊക്കെ, പക്ഷേ ഇന്ദ്രിയ പ്രവൃത്തിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാണ് എന്ന് ആദ്യം അറിയാം. ഇനി ഇതെല്ലാം ഒന്നിൽ നിന്നാണ് വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മണ്ണാൽ കലം കുടം സ്വർണത്താൽ പണ്ടവും ഉണ്ടായി വാഴും ലയിച്ചതായി മാറിടും ചൈതന്യം അങ്ങയാൽ ചേർത്ത ശരീരികൾ ദേഹം ഈ ഞാൻ എന്ന് മോഹിക്കും മൂഢരായി. ഞാനാരാ? ഞാൻ ദാ ഈ ദേഹമാണ് എന്ന് എല്ലാവരും അങ്ങനെ കരുതാറുള്ളൂ. ദേഹമില്ലാച്ചാൽ ഒന്നും നമുക്ക് സ്വീകരിക്കാനോ ഒന്നും നമുക്ക് കൊടുക്കാനോ സാധിക്കില്ല, ഒന്നും അനുഭവിക്കാനും സാധിക്കില്ല. വാങ്ങുക, കൊടുക്കുക, അനുഭവിക്കുക, ഈ മൂന്നെണ്ണാണ് ദേഹം കൊണ്ട് തീരുക. അതിൻ്റെ ഫലമായിട്ട് എന്താ വരിക? അത് പ്രാരബ്ധത്തെ തീർക്കലാണ്. ദേഹം സുഖത്തെയും ദുഃഖത്തെയും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നു. അതിൻ്റെ
അനന്തരഫലമാണ് ജീവൻ അതിൻ്റെ പുണ്യപാപങ്ങളെ സ്വീകരിക്കണു എന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ദേഹം. അപ്പോൾ ആ ദേഹം ഞാനല്ല. എൻ്റേതായിട്ടുള്ള ഈ ദേഹം ഇത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രാരബ്ധം തീരില്ല. സഞ്ചിതം വർത്തമാനം പ്രാരബ്ധം. ഇതിൽ പ്രാരബ്ധം തീരന്നെ വേണം. അത് തീരാതെ കണ്ട് പറ്റില്ല, മുക്തി കിട്ടില്ല. അതുകൊണ്ടാണ് അതിനെന്ത് വേണം? അങ്ങിൽ മനം വെച്ച് കേട്ടു പ്രവൃത്തിയെ ചൊല്ലി ഋഷികൾ തവേങ്കിതം ഭംഗിയായി വേദസ്വരൂപർ ശ്രുതികളോതി തവ പാദചിഹ്നം ഭുവി കണ്ടതിൽ കയറുവാൻ. ഇതൊന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഋഷികൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ? ഞങ്ങളിലൂടെയാണ് പറഞ്ഞെന്ന്, ഞങ്ങളായിട്ടാണ് പറഞ്ഞെന്ന്. വേദങ്ങളാണ് പറയണത്. ഭഗവാങ്കൽ മനസ്സ് വെച്ചുകൊണ്ട് അങ്ങയുടെ ഈ ഭഗവാന്റേതായിട്ടുള്ള ഇച്ഛയെ നന്നായിട്ട് അറിഞ്ഞിട്ട് ഞങ്ങളാകുന്ന വേദത്തിലൂടെ അത് പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കൂ, അതിലൂടെ ഭഗവാങ്കൽ എത്താൻ സാധിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഉറുമ്പ് കാലിൻ്റെ മുകളിലേക്കാണ്ട് കയറി അങ്ങനെ ശിരസിലേക്ക് എത്തി. ആ ഉദാഹരണം ശരിയല്ല, എങ്കിലും പറയാണ്. അതുപോലെ തന്നെയാണ്. നമ്മൾ ആ തൃപ്പാദത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ സ്വീകരിച്ചോളും. അതാണ് പാദഭക്തി കൊണ്ടാണ് കിട്ടുക. നമ്മൾ എപ്പോഴും പറയാവുന്ന ഭാഗവതത്തിൽ ഏത് കഥാപാത്രങ്ങൾ എടുത്താലും ശരി, പാദധൂളിയും പാദത്തെ ഭജിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരുടെ ആ പാദധൂളിയും അതേപോലെ പാദഭക്തന്മാരെയും പാദതീർത്ഥവും. ഇപ്പോൾ ഈ പാദപൂജയ്ക്ക് അത്രയും പാദാശ്രിത ഭാവത്തിന് അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരെക്കാട്ടിലും താഴെയാവൂ എന്നാണ് അതിൻ്റെ സന്ദേശം. നമ്മളെക്കാൾ ഗുരുത്വം മറ്റെല്ലാവർക്കും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ നിന്നും മോചനം നേടാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ മീതെയുള്ള എല്ലാവരും നമ്മളെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റിക്കൊള്ളും. അതാണ് വേണ്ടത്. എന്ത്? വിശ്വാസം. ഇതിനെ വിശ്വാസത്തിലെടുക്കണം. അതാണ് ശ്രദ്ധ. മനസ്സിരുത്തലല്ല, വിശ്വാസം എന്നർത്ഥത്തിൽ. അപ്പോൾ ഈ കാണപ്പെടുന്നതായിട്ടുള്ള ബ്രഹ്മാണ്ടം അത് ബ്രഹ്മത്തിൽ നിന്ന് വന്നതായിട്ടുള്ള അങ്ങ് തന്നെയാണ്. ഇത് പരിപൂർണമായിട്ട് ലയിക്കുമ്പോൾ എന്തായിട്ട് മാറും? അങ്ങായിട്ട് മാറും. ആ ഒരു ഭാവമാണ് ഈ സ്വർണ്ണമായാലും ശരി, മണ്ണായാലും ശരി, അത് പണ്ടങ്ങളോ പാത്രങ്ങളോ ഒക്കെ ആയിട്ട് മാറുന്നത്. എല്ലാം ശേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രൂപത്തിൻ്റെ ഷേപ്പ് വ്യത്യാസം വന്നത് അതിനൊരു ക്ഷയം എന്നുള്ള വരും. ആ ക്ഷയമാണ്, നാശമല്ല, ക്ഷയമാണ്. രൂപനാശം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സംഭവിക്കുന്നതാണ് വീണ്ടും മണ്ണായിട്ടും സ്വർണ്ണമായിട്ടും മാറൽ. എന്ന കൂട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ നമ്മൾ മരിച്ചു എന്ന് കൂട്ടാം, നമ്മുടെ ഈ ശരീരം വളരെ വ്യത്യസ്തമായിട്ടൊരു ഭാവത്തിലാണ് എത്തുക. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് എന്തായിട്ട് മാറും? തന്മാത്രകളായിട്ട് മാറും. ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായിട്ടാണ് മാറുന്നത് എന്നർത്ഥം. അതിൻ്റെ ഗന്ധമാണ് നമ്മൾ അറിയണത്. എപ്പോൾ? മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഗന്ധം വരും. അത് കഴിഞ്ഞാൽ പിന്നീടും അതിങ്ങനെ ഓരോന്നായിട്ട് മാറിപ്പോവും. രൂപമായിട്ടും രസമായിട്ടും ശബ്ദമായിട്ടും ഒക്കെ മാറും. അപ്പോൾ ക്രമേണയാണ് അതിലേക്ക് ലയിക്കുകയാണ്. പക്ഷെ അത് പ്രകൃതിയാണ് ചെയ്യുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അതിനെന്താ ചെയ്യുക? വേഗം കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് കത്തിക്കും, ജലത്തിലിടും. വായുവിലേക്ക് ലയിപ്പിക്കാനുള്ള കഴിവ് നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യണില്ല. വെള്ളത്തിൽ മുക്കിയിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. എല്ലാ വെള്ളത്തിനും അത് കഴിവുണ്ടാവില്ല. കാരണം വെള്ളത്തിൻ്റെ ആ കഴിവിനെ നശിപ്പിച്ച വെള്ളം വെച്ചാൽ ആസിഡ് വെള്ളമാണല്ലോ, എണ്ണത്തോണി വെള്ളമാണല്ലോ, ദ്രവാവസ്ഥയാണ്. അത്രയേ ഉള്ളൂ, വെള്ളമല്ല, ദ്രവാവസ്ഥയാണ്. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ദേഹം ദഹിക്കില്ല. ഇനി ദഹിപ്പിക്കണം, അങ്ങനെയാണ് വേണ്ടത്. അത് സൂക്ഷിക്കരുത് എന്നാണ് നിയമം. അങ്ങനെയാണ്. പഠനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളതിനെ വിമർശിക്കാൻ പോകണ്ട. ആ സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ വിമർശിച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയല്ല വേണ്ടത്. പരീക്ഷണങ്ങൾ അതിൻ്റേതായ രീതിയിൽ പലതും നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഇന്നത്തെ ആൾക്കാരുണ്ട്, പണ്ടത്തെ ആൾക്കാരുണ്ട്, എല്ലാം ചെയ്തായിരുന്നു. ആരും നിഷേധിച്ചായിരുന്നില്ല.
ലോകഹിതത്തിനാണെങ്കിൽ അതൊന്നും നിഷേധം വരാൻ പാടില്ല. ലോകഹിതത്തിനല്ലെങ്കിലോ അത് നിഷേധം വരികയും വേണം. പല നിയമങ്ങളും സ്വതേ ലോകഹിതത്തിനെതിരാണ്. ലോകത്തിലുള്ള എന്നുവെച്ചാൽ ഓൾ ഓവർ ഇൻ ദ വേൾഡ് ചില നിയമങ്ങൾ ശരിയല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ നിയമം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിയമം നടപ്പാക്കുമ്പോൾ വീറ്റോ പവർ എന്നൊരു സാധനമുണ്ട്. ആ വീറ്റോ പവർ ഈ ഭരണാധികാരി സാത്വികനാണെങ്കിൽ സാത്വികമായിട്ട് വരും, രാജസമാണെങ്കിൽ രാജസമായിട്ട് വരും. അപ്പോൾ സ്വാർത്ഥം കടന്നുകൂടും, അത് ഘോരാവും, സഹിക്കാൻ പറ്റില്ല. ബുദ്ധിയില്ലാത്ത ഒരാളാണെങ്കിലോ തമോ ഗുണിയാവും, അത് മൂഢാണ്, അത് മറ്റുള്ളവർക്ക് ഹിംസയാണ് വരിക, നമ്മളെ കൊന്നതിന് തുല്യമാവും എന്നർത്ഥം. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് സത്വരജ സമോ ഗുണം. അപ്പോൾ ഇത് ഋഷികൾ ഇത് നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഈ മനസ്സുകൊണ്ടുള്ള ചിന്തനം അതിനെ ചില ഇന്ന രീതിയിൽ എന്ന് കണക്കാക്കുന്നത് അത് എല്ലാറ്റിലും ഈ ഈശ്വരഭാവത്തെ കണ്ടുകൊണ്ട് ഈശ്വരൻ്റെ സ്വഭാവത്തെ അതാത് ഭാവങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ ശരീരമാണെങ്കിൽ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്നു, മനസ്സാണെങ്കിൽ മനസ്സിൽ നിന്നും പുറത്തു വരുന്നു, എല്ലാം വ്യത്യാസമുണ്ട്. വാക്കുകളാണെന്ന് വെച്ചാൽ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്നു. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതാണ് ചില കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ കാരണം. മനസ്സിൽ നിന്ന് വിചാരം ചെയ്യുന്നതാണ് അന്യനെ കൊല്ലണം എന്നുള്ള തോന്നൽ, ഒക്കെ മനസ്സാ. അപ്പോൾ അത് ഈ ഭാവങ്ങൾ നല്ലോണം അറിയണം. കല്യാണം കഴിക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താ? മനസ്സാണ്. സന്താനം വേണം തോന്നാനുള്ള കാരണം മനസ്സാണ്. അതേ മനസ്സ് തന്നെയാണ് ഈ നശിപ്പിക്കണം എന്ന് തോന്നുന്നത്. ഒന്ന് സൃഷ്ടിയാണെങ്കിൽ ഒന്ന് നമുക്കതിനെ സൃഷ്ടി എന്നാണ് പറയുമ്പോഴേക്കും എന്തൊക്കെയാണെന്ന് വെച്ചില്ല വല്ലാത്ത ഭാവത്തിലാണ് നമ്മൾ കണക്കാക്കുക. ഹിംസ എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലാണ് കണക്കാക്കുന്നത്. ഭാവം അതാണ്. സ്നേഹിക്കുക ഒരു വല്ലാത്ത ഭാവം അത്. ഭഗവാൻ പറഞ്ഞു സ്നേഹിച്ചാൽ പോരാ, പ്രേമിക്കണം എന്ന്. എല്ലാവരെയും പ്രേമിക്കണം എന്നാ. ആ വാക്ക് പറഞ്ഞാൽ നമുക്കൊരൊറ്റ അർത്ഥമേ അറിയുള്ളൂ. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും. ഒരാണും പെണ്ണും അവർ പ്രേമിക്കുന്നത് ഈ ശാരീരികമായിട്ടുള്ള ആവശ്യത്തിനല്ല എങ്കിൽ, ജീവൻ തമ്മിലാണ് പ്രേമിക്കുന്നത് എങ്കിൽ അതിനെ എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല. കാണുമൊന്നും വേണ്ടാതെ. അവർ അമേരിക്കയിലായിക്കോട്ടെ, ഇവിടെ നമ്മളിരുന്നിട്ട് ആയിക്കോട്ടെ, ശരീരമായിട്ട് യാതൊരു ബന്ധമില്ല. മനോവിചാരങ്ങളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പോസിറ്റീവ് എടുത്ത് അത് ലോകഹിതത്തിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രേമം അത് ഈശ്വരനാണ്. കാണേണ്ട ആവശ്യമില്ല, ആളെ കാണണ്ട. പ്രായം വ്യത്യാസം ഉണ്ടാവും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ ഈ കണ്ടുപിടിക്കേണ്ടത് അത് ഈശ്വരഭാവത്തെ കണ്ടുപിടിക്കുക, അതിനെ വർണ്ണിക്കുക. അതൊക്കെ ഈശ്വരൻ്റെ ഓരോ നാമങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. ഏത് നാമായാലും വിരോധമില്ല. ആ നാമത്തെ വർണ്ണിച്ചു കഴിഞ്ഞാൽ ഈ ലീല കിട്ടും. ആ ലീലയുടെ രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നമുക്ക് അറിയാൻ സാധിക്കും. ത്രിഗുണാതീതനായിട്ടുള്ള ത്രിഗുണത്തിൻ്റെ അധിപതിയായിട്ടുള്ള ഭഗവാനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ഋഷികൾ വിവേകത്തോടു കൂടിയിട്ട് എല്ലാ ലോകങ്ങളുടെയും ഈ പോരായ്മകൾ, ന്യൂനങ്ങൾ, പാപങ്ങൾ, അഹിതങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ഭഗവാന്റേതായിട്ടുള്ള ഭാവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്, ഭഗവാങ്കലെത്തുവാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ ഭാവമാണ് ഈ ഈശ്വരഭാവം. ആ ഈശ്വരഭാവത്തിലേക്ക് എത്താനാണ് നമ്മൾ പാദഭക്തി ചെയ്യുന്നത്. ആ പാദഭക്തിയോട് കൂടിയിട്ട് നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാണ്ടാവും, പാപം ഇല്ലാണ്ടാവും, അത് തപസ്സായിട്ട് മാറും. അങ്ങനെ ഭഗവാന്റെ ലീലകളെ വെറുതെ കേട്ടാൽ മതി, ദുഃഖം ഇല്ലാണ്ടാവും. എന്താ കാരണം? മനസ്സ് ഭഗവാന്റെ കഥകളിൽ മാത്രമാവും. അപ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള ആ സംഗതിയിൽ നിന്ന് മനസ്സിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആ ദുഃഖം നമ്മളെ ബാധിക്കുന്നില്ല. അത് സൂത്രമാണ്. നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്നും മനസ്സിനെ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കൂ. അവിടെ കുറേ നേരം നിന്നിട്ടും ദുഃഖം മാറണില്ലെങ്കിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കൂ.
അങ്ങനെ വിഷയം മാറി മാറി ചിന്തിക്കൂ, ദുഃഖം നമ്മൾ അറിയില്ല. കൗൺസിലർമാർ എടുക്കുന്ന സൂത്രമാണ് ഇത്, ഭാഗവതത്തിലുള്ള. അവർ പറയുക അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാവും. ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മുടെ വേദികളിലും ധ്യാനക്കാർ വരാറുണ്ട്. ഭാഗവതത്തെ ധ്യാനിച്ചാൽ പിന്നെ വേറെ ധ്യാനമൊന്നും വേണ്ട. ഭാഗവതത്തെ ധ്യാനിക്കാത്തതുകൊണ്ട് അവർക്ക് ധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും ഇരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടത്? ഭാഗവതത്തെയാണ് ധ്യാനിക്കേണ്ടത്, ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്, ഭഗവാന്റെ ലീലകളെയാണ് ധ്യാനിക്കേണ്ടത്. അതറിയാതെ കണ്ട് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരും ജീവിതേക്കാം. കാരണം ദേഹബോധമുള്ള അത്രയും കാലം ഇത് സംഭവിച്ചേ പറ്റൂ. ഭാഗവതത്തിലൂടെയാണ് ഈ ധ്യാനം കൊടുക്കുന്നതെങ്കിലോ വളരെ വേഗം അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ശൂന്യതയിൽ നിന്ന് നാം ഈ കാണുന്നതൊക്കെ ഉണ്ടായി എങ്കിൽ അതിനെയാണ് ധ്യാനം ചെയ്യേണ്ടത്. ആ ഉണ്ടായതിനെ കണ്ടിട്ട് വേണം ശൂന്യതയിലേക്ക് എത്താനായിട്ട്. ഇരുട്ടുമുറിയിൽ വെളിച്ചമുള്ള ഭാഗത്തു നിന്ന് ഇരുട്ടുമുറിയിലേക്ക് പ്രവേശിച്ച് അടച്ചിരിക്കുക. പിന്നെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കരുത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇരുട്ടുമുറിയാണ്. പക്ഷേ നമുക്ക് അവിടെ ഏറ്റവും ചെറിയതായിട്ടുള്ളൊരു പ്രകാശം പുറമേക്ക് എവിടെ നിന്നെങ്കിലും വരികയാണെങ്കിൽ, ഏറ്റവും ചെറുത്, അതിനൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്കിലനുസരിച്ച് നമ്മൾ ഒരു തിരിനാളം എന്ന് കൂട്ടുക. അത് ഒറ്റ തിരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒറ്റ തിരി എന്ന് പറഞ്ഞാൽ 12, 8, 4 ഇങ്ങനെയൊക്കെ തിരികളുണ്ടാവും. അതിൽ ഏറ്റവും വണ്ണം കുറഞ്ഞതായിട്ടുള്ള ഒരു നൂലിൻ്റെ വണ്ണത്തിലുള്ള അത് കത്തിച്ചുകൊണ്ട്, അപ്പോൾ വളരെ ചെറുതായിരിക്കും ആ നാളം. ആ നാളത്തിന് ഒരു സൂര്യൻ്റെ പ്രകാശം ഉണ്ടാവും. സൂര്യൻ്റെ പ്രകാശം ഉണ്ടാവിച്ചാൽ സൂര്യൻ്റെ പ്രകാശം പോലെയുള്ള അനുഭവം നമുക്ക് അവിടെ കിട്ടും. അവിടെ ചൂടുണ്ടാവില്ല. എന്നാൽ നമുക്ക് ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. ആ പ്രകാശമാണ് ഈ ഈശ്വരഭാവം. എല്ലാറ്റിലും ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടതിനെയും അനുഭവിച്ചതിനെയും സദാസമയത്തും ഭാഗവതത്തിലൂടെ ചിന്തിക്കാം, കഥകളിലൂടെ ചിന്തിക്കാം, തത്വങ്ങളിലൂടെ ചിന്തിക്കാം. ഇതേപോലെ അതിൻ്റെ ഫലം, അനന്തരഫലം ഉണ്ടല്ലോ, ഈ അനന്തരഫലത്തിലൂടെ ചിന്തിക്കാം. അപ്പോൾ അത് ക്രമേണയായിട്ടേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു വസ്തുവിനെ സങ്കല്പിക്കുക. ആ വസ്തുവിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ സൂക്ഷ്മാംശങ്ങളെ കൂടി അറിയാൻ സാധിക്കുക. ഇനി അതൊരു ഭാവം. രണ്ടാമത്തെ ഭാവം സമയക്രമത്തിൽ ചിന്തിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ 12 മണിക്കൂറിനെ ചിന്തിക്കാം. അപ്പോൾ ഇന്ന് വിളിച്ചായാൽ ഞാൻ ഇന്നത് കാണും, ഇന്നത് കേൾക്കും, ഇന്നത് ചെയ്യും, ഇന്നത് ഇങ്ങനെ ഈ 10 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 10 ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിലൂടെ മനസ്സിനെ ധ്യാനിക്കാം. രാവിലെ ആയാൽ നമ്മളെന്താ ചെയ്യുക? ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്യും? തേവാരങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കി തീർക്കണം. ഓരോരുത്തർക്കും ഓരോരോ പണിയാണ്. ചിലരെ യാത്രയാക്കണം, ചിലർക്ക് പോകണം. കുട്ടികളാണെന്ന് വെച്ചാൽ സ്കൂളിൽ ചെന്നാൽ ഇന്ന രീതിയിൽ, ജോലിക്കാരാണെന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് ഇന്ന രീതിയിൽ, ഇന്ന് ഇത്രയും ടാർഗറ്റ് ഉണ്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ അപ്പോൾ മനസ്സുകൊണ്ട് ഇവിടെ ചിന്തിക്കണം. അതാണ് ധ്യാനം. ആ പ്ലാനിങ് അങ്ങോട്ട് കറക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഈ ഈശ്വര ഭക്തിയോട് കൂടിയിട്ടാണ് ഈ ധ്യാനം ചെയ്യുന്നതെങ്കിൽ അവിടെ അഴിമതി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ ചെയ്യുകയും ചെയ്യും, ചെയ്യാതിരിക്കില്ല. ആ ടാർഗറ്റ് കൃത്യമാണെങ്കിൽ, ഈ ധ്യാനം ശരിയാണെങ്കിൽ അവിടെ മനസ്സ് കലുഷിതാവില്ല. അവിടെ ഹിംസ എന്നുള്ളത് വരാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും. അത് ഹിതമായിട്ട് മാറും. അതാണ് ധ്യാനിക്കേണ്ടത്. സ്വസ്ഥാസനത്തിൽ ഇരിക്കേ വേണ്ടു. വെറുതെ ഇനി ഇരുന്നോളൊന്നുമില്ല. നടന്ന് പണിയെടുക്കുമ്പോൾ ധ്യാനം ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസെൻട്രേഷൻ ഫുള്ള് കിട്ടില്ല. കാരണം എന്താ? കൈ കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണണം,
പലതും വേണം, മുഴുവൻ കിട്ടില്ല എന്നാ പറയാം. പക്ഷേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന, കാരണം ഇതിൽ 10% വേണ്ടൂ. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് അതിന് 10% വേണ്ടൂ. ബാക്കിയുള്ള ഈ 90% കുറച്ചുകൂടി വേണിച്ചാൽ വിട്ടോളൂ. 70% നമുക്ക് കിട്ടും, വേണ്ട 80% കിട്ടും. പ്ലാനിങ് അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടില്ല വെച്ചാലോ പൂർണ്ണത കിട്ടൂല. അപ്പോൾ അതായിരിക്കണം ധ്യാനം. സമയമുള്ളവർക്ക് ഇരുന്ന് ധ്യാനിക്കാം, സമയമില്ലാത്തവർക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കാം. അതൊന്നും പാടില്ല എന്ന് പറയുന്നവരുണ്ട്, തെറ്റാത്. അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് ശാസിക്കുന്നവരുണ്ട്, അതും തെറ്റാ. സമയമില്ലാത്തവർക്ക് സമയത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണം. ഈശ്വര ഭാവത്തിലൂടെ ചെയ്യൂ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സമയത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യൂ, അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സമയത്തിനാണ് മൂല്യം. പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം. റിട്ടയർ ചെയ്ത് വന്നു ഒരാൾ എന്ന് കൂട്ടാ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ധ്യാനം ഇരുന്നിട്ട് ചെയ്താൽ മതി. പക്ഷേ ഹറിബറി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ ഇരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു വരും. അതല്ലെങ്കിൽ ധ്യാനം കൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടതെങ്കിലോ അയാൾ വേറെ ഒരു പണിയും ചെയ്യാൻ പാടില്ല. ധ്യാനിച്ചിട്ട് ഇരുന്ന് ധ്യാനിച്ച് അതിൻ്റെ മുഴുവൻ പ്ലാനിങ്, അതുതന്നെയാണ് ധ്യാനം. നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. ചന്ദ്രനിലേക്ക് എത്താം, സൂര്യനിലേക്ക് എത്താം, അവിടുത്തെ പലതും കണ്ടുപിടിക്കാം. ഋഷികൾ നക്ഷത്രത്തിന് പോയിട്ട് അവിടെ പോയിട്ട് കണ്ടുപിടിച്ചതല്ല തോന്നും. ഒരു യന്ത്ര സംവിധാനം ഇല്ലാതെ കണ്ടാണ് ഈ 27 നാടുകളെയും 12 രാശികളെയും ആകാശത്തിലുള്ള ഈ ജ്യോതിർഗോളങ്ങളെ മുഴുവൻ കണ്ടുപിടിച്ചത്. 9 ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചത് അവിടെ പോയിട്ടല്ല. അതിലൊന്നാണ് ഭൂമിയിൽ നിന്ന് കണ്ടുപിടിച്ചത്, അവിടെ പോയിട്ടല്ല. ഒരു യന്ത്ര സംവിധാനം ഇല്ലാണ്ടാണ്. ഇന്ന് യന്ത്ര സംവിധാനത്തോട് കൂടിയിട്ട് ചെയ്യുന്നു, സാങ്കേതികത്വം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് കേമം മറ്റത് കേമല്ല എന്ന് പറയുന്നത്, അതിൽ ലേശം വീഴ്ച വന്നു വെച്ചാൽ അതിനെ നിഷേധിക്കുന്നത്, അതൊക്കെ പക്ക അഹമ്മദിയാണ്. അത് ഈ ശാസ്ത്രലോകം പോലും സമ്മതിക്കും, അവർ പോലും സമ്മതിക്കും. ആ കാലത്ത് ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചല്ലോ, എങ്ങനെ സാധിച്ചു? അതാണ് ധ്യാനം. അങ്ങനെ ധ്യാനിക്കുന്നവർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അവർ ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതാണ് സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള രീതിയിൽ ഇതിനെ കേട്ട് ശ്രവിച്ച് എന്ത് ചെയ്യണം? മനനം ചെയ്തുകൊണ്ട് അതിനെ ജീവിതത്തിലേക്ക് സദാസമയത്തും അത് തന്നെ നിധിധ്യാസം ചെയ്തുകൊണ്ട് മനസ്സിലിട്ടിങ്ങനെ ഉരുട്ടണം. മനസ്സിൽ മറ്റൊന്നും പാടില്ല. എന്നാൽ ഈ പ്രവൃത്തി ചെയ്യുകയും വേണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം വലിക്കുന്ന കൂട്ടത്തിൽ. പശു പാല് ചുരത്തി കൊടുക്കുന്നുണ്ട്, കുട്ടി കുടിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പശുവിന് പുല്ലിട്ട് കൊടുത്ത് നോക്കുക, അത് തിന്നും. അത് പ്രവൃത്തിയാണേ, അയവർക്കുണ്ടാവും. ഇടയ്ക്ക് പശുവിൻ്റെ കുട്ടിയെ ഒന്ന് നക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യും. കൊതു വന്നാൽ, ഈച്ച വന്നാൽ അതിനെ ആട്ടും. ഓട്ടോമാറ്റിക്കാ, ആരും പ്രേരിപ്പിച്ചിട്ടല്ല. അങ്ങനെ വേണം. ആടുകളെ പോലെ വേണമെന്നാ. ആട് നടന്ന് തിന്നുകയും ചെയ്യും, പശുക്കുട്ടി ആട്ടിൻകുട്ടി കുടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ്. ആടിനെ പോലെ വേണമെന്നാ. സർവഭക്ഷത്വം, സദാസമയത്തും ഇത് എല്ലാം കൂടി ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയിൽ. അതാണ് ആടിൻ്റെ പ്രത്യേകത. പശുവിന് അതില്ല. ഇങ്ങനെ അന്ധക്കരണം പരമാവധി ധ്യാനത്തോടു കൂടിയിട്ട് ധാർമ്മികമായിട്ട് നമ്മളെ ത്രികരണങ്ങളെ, ദേഹവും മനസ്സും ഒരേപോലെ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് 3 കരണങ്ങളും ലോകഹിതത്തിനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ അനുഭവിക്കുക. അതെങ്ങനെ? സുഖാനുഭവത്തോടു കൂടിയിട്ട് ആത്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ഈ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതിനെ മുഴുവൻ ഭുജിച്ചു കൊണ്ടിരിക്കുക. കുറച്ചേ പാടൂ മാത്രം, വേണ്ടത്ര, ഒട്ടും അധികം പാടില്ല. ഇങ്ങനെ അങ്ങയെ ഭജിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിതം നഷ്ടമാക്കുന്നു. ഉല പോലെ ശ്വസിച്ചിട്ടെന്താ കാര്യം? ആ ഒലയിൽ നിന്ന് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ.
നമ്മുടെ ശ്വാസോച്ഛ്വാസം കൊണ്ട് അതല്ലോ ഫലം ഉണ്ടാവുക. നമുക്ക് മറ്റ് ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. ആ 9+1 ഇന്ദ്രിയങ്ങളിലൂടെ പലതും നടക്കും. പക്ഷേ ഈ ഒലോക്ക് അതിങ്ങനെ കാറ്റ് മാത്രമേ തരുള്ളൂ. അതേപോലെ കണ്ണായാൽ, മയിൽപ്പീലി കണ്ണായാൽ അതൊന്നും കാണും കൂടിയില്ല, അതിനെ ആൾക്കാർ കാണണമെന്നേ ഉള്ളൂ. 11 ഇന്ദ്രിയങ്ങളും വ്യർത്ഥാണ് മയിൽപ്പീലിയുടെ കണ്ണിന്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ഇതേ കണ്ണുകൊണ്ട് തന്നെ ആകർഷിക്കുന്നു എന്നത് അതതിൻ്റെ മറ്റൊരു ഭാവം. ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മിൽ എങ്ങനെയാണ് വരിക എന്ന് നല്ലോണം മനസ്സിലാവുന്ന. വേറെ അർത്ഥങ്ങളുണ്ടാവും കേട്ടോ, ഇതേ ശ്ലോകത്തിന് വേറെ അർത്ഥങ്ങളുണ്ടാവാം. ശ്ലോകം വായിക്കുന്നില്ല, സംസ്കൃതം നോക്കാതെ കണ്ട് മലയാളം മാത്രമാണ് പറയണേ. അങ്ങ് എല്ലാറ്റിലും പ്രവേശിച്ചത് കൊണ്ടല്ലേ മയിൽപ്പീലിക്ക് ആ സൗന്ദര്യമുണ്ടായത്. കളർ കോമ്പിനേഷൻ, പിന്നെ ആ ആരുകളുടെ ഒരു പ്രത്യേകമായിട്ട് നിൽപ്പ്, ഘടന, ഘടിപ്പിക്കൽ, അതുകൊണ്ടല്ലേ മയിൽപ്പീലിക്ക് ഈ പ്രത്യേകത ഉണ്ടായത്. കോഴിത്തൂവല്, കാക്കത്തൂവല്. കാക്കയെ കാണുമ്പോൾ ഭംഗിയൊന്നുമില്ല, പക്ഷേ കാക്കയുടെ ഒരു തൂവല് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയുണ്ട്. ഏത് പക്ഷിയുടെ ആയാലും തൂവല് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി വേറെയാണ്. നല്ലോണം ഭംഗിയുള്ളതായിട്ടുള്ള ചില പ്രാവ് പോലെയുള്ള പക്ഷികൾ, അതിൻ്റെ ചില തൂവലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാ തോന്നും. ചില തൂവലെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. എല്ലാറ്റിനും സത്തും അസത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഭഗവാനാണ് കൊടുക്കുന്നത്. ഇനി ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ എല്ലാറ്റിലും ഉണ്ട് കോശവ്യവസ്ഥ. 5 കോശങ്ങളും മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ. എല്ലാറ്റിലും ഈ 5 കോശമില്ല. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. 5 കോശങ്ങളും ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. ഈ കോശങ്ങളിൽ പ്രവേശിച്ചുകൊണ്ടാണ് ഭഗവാൻ ചൈതന്യം ഉണ്ടാക്കുന്നത് എന്ന് പറയണം. അന്നമയം നമുക്കറിയാം, ആഹാരത്തെ സ്വീകരിച്ചുകൊണ്ട്, ധാന്യാദികളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രാണന്റെ പുഷ്ടിയെ ചെയ്യുന്നു. അന്നമയം, പ്രാണമയം. അത് സ്വീകരിക്കുന്ന ആഹാരത്തിനനുസരിച്ച് മനസ്സ് സാത്വിക രാജസ ഭാവങ്ങളിലേക്ക് എത്തുന്നു. മനോമയം, അന്നമയം, പ്രാണമയം, മനോമയം. പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ശുദ്ധവസ്തുക്കളെ, ആ അന്നത്തെ ചേരുവകൾ ചേർക്കുമ്പോൾ നല്ലോണം മനസ്സിരുത്തണം, സാത്വികമാക്കണം. അങ്ങനെ സാത്വികമാക്കിയിട്ടുള്ള ഈ അന്നത്തെ സ്വീകരിക്കുമ്പോൾ അത് അമൃതമായിട്ട് മാറണു. അത് ആ പ്രാണന്റെ ഊർജത്തെ മുഴുവൻ, ഓരോ 10 പ്രാണങ്ങളുണ്ട്, 10 പ്രാണങ്ങൾക്ക് സ്വസ്ഥത. ഇന്നലെ നമ്മൾ പറഞ്ഞു, 10 പ്രാണങ്ങളും സ്വസ്ഥമാണെങ്കിൽ മാത്രമേ ഒരു ശരീരത്തിന് പൂർണ്ണതയിൽ പ്രവൃത്തി എത്തിക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള ആ ഒരു ഊർജത്തെ കിട്ടണമെങ്കിൽ അത് വേണം. അത് സ്വീകരിക്കുന്നത് നല്ല വസ്തുക്കളാണെങ്കിൽ, സാത്വികമാണെങ്കിൽ മനോമയം, അത് സാത്വികമായിട്ട് നിൽക്കും. ഈ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ അനുഭവിക്കുക എന്ന വിജ്ഞാനത്തോടു കൂടിയിട്ട് വിജ്ഞാനമയ കോശം, അറിവും കിട്ടും, അനുഭവിക്കാനും പറ്റും. വിജ്ഞാനമയ കോശം. അതുകൊണ്ട് ഭഗവാന്റേതായിട്ടുള്ള അനുഭൂതിയാകുന്ന സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ ശരീരത്തിനും മനസ്സിനും ഒപ്പം സാധിക്കും. വിജ്ഞാനമയ കോശം കഴിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമയ കോശം ആണ്. അപ്പം നമ്മുടെ പ്രവൃത്തികൾ എത്ര സാത്വികമാവണം. ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നത് സാത്വികമായാൽ മാത്രമേ, അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് സ്വീകരണം വരിക. അതിലൊന്ന് മാത്രമാണ് ഈ രുചിപ്രധാനമായിട്ടുള്ള ആഹാരം. കണ്ണുകൊണ്ടുള്ള കാഴ്ചകൾ നന്നാവണം, കാതുകൊണ്ട് കേൾക്കുന്നത് സാത്വികമാവണം, മൂക്കുകൊണ്ട് മണക്കുന്നത് സാത്വികമാവണം, സുഗന്ധമാവണം. രസവും അതേപോലെ തന്നെ രുചി നന്നായിരിക്കണം. അപ്പോഴാണ് തൊടുന്നത് മുഴുവൻ ഒക്കെ നന്നാവണം കേട്ടോ, അല്ലെങ്കിൽ ഒക്കെ പ്രശ്നം. അത് അന്നമയായി. അതിനെ പ്രാണങ്ങൾക്ക്, ഇതൊക്കെ പ്രാണന്റെ ഊർജത്തിന് ഇതൊക്കെ കാരണം.
10 പ്രാണങ്ങളും ഇതേപോലെ സ്വസ്ഥമായി തീരും. അത് കഴിഞ്ഞാൽ അന്നമയം, പ്രാണമയം, മനോമയം. മനസ്സിനെ ഇത് സ്വാധീനിക്കും. മനസ്സിൻ്റെ സ്വാധീനം അതിൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ സ്വാധീനിക്കും. മനോവികാരങ്ങൾ എങ്ങനെയാണോ വരിക അതുതന്നെയാണ് പുറമേക്ക് ത്രികരണങ്ങളായിട്ട് പുറത്തു വരിക. ആ ത്രികരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അനുഭവം വരും. വിജ്ഞാനമയം, ജ്ഞാനത്തോട് കൂടിയിട്ട് അറിവോട് കൂടിയിട്ടാണല്ലോ പ്രവർത്തിക്കുക. പ്രവർത്തിച്ച കർമ്മത്തിന് ഫലമില്ലേ, അത് അനുഭവിക്കും. വിജ്ഞാനം, ആ വിജ്ഞാനം സാത്വികമാവണം. അങ്ങനെ ശുദ്ധസത്വത്തിലേക്ക് എത്തിയെങ്കിൽ അത് സച്ചിദാനന്ദം, അവിടേക്ക് എത്തും. അപ്പോൾ ഭഗവാൻ ഇതിലേക്ക് പ്രവേശിച്ചു. ഭഗവാനെ നമ്മൾ നമ്മുടെ നിയന്ത്രിക്കുന്നയാൾ എന്ന നിലയ്ക്ക് നമ്മുടെ രാജാവായിട്ട്, നമ്മുടെ സ്വാമിയായിട്ട്, നമ്മുടെ പതിയായിട്ട്, നമ്മുടെ അച്ഛനായിട്ട്, ഇങ്ങനെ ഗുരുവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ സച്ചിദാനന്ദത്തെ അനുഭവിക്കുമ്പോൾ ഭഗവാനിൽ നിന്നും ഭിന്നമായിട്ട് ഇവിടെ യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അസത്തുകളെ നമുക്കിനി വേണ്ട എന്ന് സത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സത്തിൽ നിന്നും അന്യമായിട്ടുള്ള ഈ അസത്ത് നമ്മെ പോലും നശിപ്പിക്കും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, നല്ലോണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നശിക്കാത്തൊരു ഭാവത്തിലേക്ക് എത്തുന്നത് ആകെ ഈ ജീവൻ മാത്രമാണ്. അവിടേക്ക് നമ്മളെത്തും. മനസ്സും കൂടി ഇത് കഴിഞ്ഞാൽ നശിച്ചു പോകും. മനസ്സ് ജീവനിൽ നിന്നും വേർപെട്ടാൽ മുക്തിയായി. ശുദ്ധമായിട്ടുള്ള മനസ്സ് ഈ ജീവനെ അവിടേക്ക് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മത്തിലേക്ക് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ മനസ്സും വേർപ്പെടും. പിന്നെ മനസ്സില്ല. ബ്രഹ്മത്തിലേക്ക് എത്തുന്നത് വരെ മനസ്സ് വേണം. ബ്രഹ്മത്തിലേക്ക് എത്തിയാൽ പിന്നെ മനസ്സ് വേണ്ട. അവിടെ മനസ്സ് എന്നുള്ളത് 4ഉം കൂടി ചേർന്നതാണ്. മനോബുദ്ധി അഹങ്കാര ചിത്തം 4ഉം കൂടി ചേർന്നതാണ്. ആ 4ഉം കൂടി ചേർന്നതിനെ നമുക്ക് ഉപേക്ഷിക്കണം. ബ്രഹ്മത്തിലേക്ക് ലയിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കും. അതും ഭഗവത് പരമായിട്ട് ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഉപയോഗിക്കണം. പാണി ഗുണാനുകഥനെ ശ്രവണോകഥായാം ഹസ്തൗച്ച കർമ്മസു മനസ്തവ പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗപ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനേസ്തു ഭവത്തനൂനാം. പല ഭക്തന്മാരും ഈ ഇന്ദ്രിയങ്ങളെ ഭഗവതോന്മുഖമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പല പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് അതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ശുദ്ധി അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അന്ധകരണം അങ്ങിൽ മനം വെച്ച് കേട്ടു പ്രവൃത്തിയെ ചൊല്ലിയ ഋഷികൾ തവ എങ്കിതം ഭംഗിയായി വേദസ്വരൂപർ ശ്രുതികളോതി തവ പാദചിഹ്നം ഭുവി കണ്ടതിൽ കയറുവാൻ മുഗുണനാഥൻ സകലന്റെ ലീലകൾ കേട്ടാൽ നശിക്കും സകല പാപങ്ങളും കാലം കണക്കാക്കിയെത്തും യുഗങ്ങളിൽ കാലസ്വരൂപി പരിപാലനത്തിനായി ശ്രീഹരിലീലാ സ്മരണത്താൽ താപസർ നേടി സുഖം വിട്ടു കൃച്ഛ്ര തപസ്സുകൾ കർമ്മങ്ങൾ 3 ത്യജിച്ചു വികുണ്ഠൻ തൻ ധാമം ധരിച്ചിവർ നിർമ്മല ചിത്തരായി ചിത്തവൃത്തി വിട്ട് ആനന്ദമഗ്നരായി തീരാം ഭുവി നരർക്കേവർക്കും എപ്പോഴും ഇന്ദ്രിയം കൊണ്ട് വിഷയം ഭുജിക്കുകിൽ മർത്തജന്മം നഷ്ടം ബുദ്ധി ലഭിക്കലും കണ്ണ് മയിൽപീലി മൂക്ക് ഉലാസമം ഇന്ദ്രിയം വ്യർത്ഥമാക്കാതെ കരുതണം അന്യൻ ഉപകാരം പൂജയായി ചെയ്യണം ജീവൻ ഹരിയുടെ ഛായ എന്നോർക്കണം. അപ്പം ഇതിനൊക്കെ വേണ്ടത് എന്താണ്? എല്ലാവരിലും ഈശ്വരനെ കാണുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നാം എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്ന പരോപകാരം, അന്യോപകാരം അത് ശീലമായിട്ട് വരുമ്പോൾ അത് ഈശ്വര പൂജയായിട്ട് ഭഗവാൻ സ്വീകരിച്ചോളും. ഇങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അണ്ഡമായി സൃഷ്ടിച്ചഹത്താൽ പുരുഷനായി തത്വം 24 ദശപ്രാണൻ പഞ്ചകോശം ചേർന്ന സത്തും അസത്തുമായി പാലിച്ച ശേഷം ലയിപ്പിക്കും പൂർണ്ണനിൽ. 24ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തു എൻ്റെ പുസ്തകത്തിൽ.
14, 15, 16, 17 4 ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ കേൾക്കുക, കേട്ടിട്ട് മനസ്സിലാക്കുക, ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യുക. ഭഗവാൻ അതിൻ്റെ ശ്രുതിഗീതയുടെ അർത്ഥത്തെ ഒരു അർത്ഥം, അതിന് ധാരാളം അർത്ഥമുണ്ട് അത്രേ, സംസ്കൃതം അറിയില്ല, പക്ഷേ അറിയാവുന്നത് മറ്റ് പുസ്തകങ്ങളിൽ കണ്ടതിനെ ക്രോഡീകരിച്ച് അതിനെ പറയണു, എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അക്ഷരങ്ങളെ വ്യാഖ്യാനിക്കുക അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടത്രേ. ആ വാക്കുകളും എല്ലാം വ്യത്യാസമുണ്ട്, അതിൻ്റെ ഭാഷയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ അതിൻ്റെ ഒരർത്ഥം ഇങ്ങനെ വരും, അതിനെ ഷെയർ ചെയ്യുക. ക്ഷമയോട് കൂടിയിട്ട് ഭാഗവതന്മാർ അതിനെ കേട്ട് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ഈ വാക്കുകൾ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രുതിഗീത 2ാം ഭാഗം. നാരായണ നാരായണ നാരായണ.